ഭയന്നോടുകയാണ് വെള്ളാപ്പള്ളി. താൻ പോരിമ കൊണ്ടും അഴിമതി കൊണ്ടും SNDP യോഗത്തെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് കരുതിയ വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയേറ്റുകൊണ്ടിരിക്കുന്നു. ശാപമാണെന്ന് ശ്രീനാരായണീയർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കള്ളത്തരത്തിലൂടെയും കൊടിയ വഞ്ചനയിലൂടെയും ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുക്കിയ SNDP യോഗത്തെ പണസമ്പാദനത്തിനും കള്ളത്തരത്തിനുമുള്ള മറയാക്കി മാറ്റിയതിനേറ്റ കനത്ത ശാപം. ശ്രീനാരായണീയർ എന്ന ഒരു വലിയ വിഭാഗത്തെ എക്കാലവും തൻ്റെ വരുതിയിൽ നിർത്തി അധികാര സ്ഥാനങ്ങളിൽ എക്കാലവും വിരാജിക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന താപ്പാന. നെറികെട്ട രാഷ്ട്രീയ നിലപാടുകളിലൂടെ കടന്നുവരുന്ന സർക്കാരുകളുടെ തിണ്ണ നിരങ്ങിക്കൊണ്ട് എക്കാലവും അത്തരം സംവിധാനങ്ങളെ സ്വന്തം വരുതിയിൽ നിർത്താനുള്ള ശ്രമങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ തൊടുന്നതൊക്കെയും പൊള്ളുന്ന അവസ്ഥയിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. SN ട്രസ്റ്റിന്റെ വകയായ പണം അടിച്ചുമാറ്റി സ്വന്തം കീശൻ നിറച്ചതിനെതിരെ കേസ്. SNDP യോഗത്തിന്റെ കണിച്ചുകുളങ്ങരയിലെ ഓഫീസിൽ KK മഹേശ്വരൻ എന്ന യൂണിയൻ സെക്രട്ടറി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടതിൽ കുറ്റക്കാരനായി വെള്ളാപ്പള്ളി നടേശനും രാഷ്ട്രീയത്തിലേക്ക് ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഒന്നും രണ്ടും പ്രതികളാണെന്നും കോടതി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. തുടർച്ചയായി KK മഹേശ്വരനെ മാനസികമായി തകർത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രൂരമായ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമായിരുന്നു ഉയർന്ന പരാതി. അതിലാണിപ്പോൾ കുറ്റക്കാരനാണെന്ന് വെള്ളാപ്പള്ളിയെയും മകനെയും കോടതി പ്രതിയാക്കി മാറ്റിയിരിക്കുന്നത്. പ്രാതിനിധ്യ വോട്ടവകാശം വേണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് SNDP യോഗത്തെ എക്കാലവും തൻ്റെ കൊള്ളരുതായ്മയ്ക്ക് മറയാക്കി പിടിക്കാമെന്ന ചിന്തയ്ക്കും ഒടുവിൽ കോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടിയേറ്റു. ഇങ്ങനെ കോടതിക്ക് മുന്നിൽ എക്കാലവും കുറ്റക്കാരനെന്ന് മുദ്രകുത്തപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ എന്ന കാട്ടുകള്ളൻ കടിച്ചു തൂങ്ങി കിടക്കാനുള്ള ശ്രമത്തിനാണ് തിരിച്ചടിയേറ്റത്. അതിനിടയിൽ വീണ്ടും ദില്ലിയിലെ രോഹിണി കോടതിയിൽ നിന്നും വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ദില്ലി യൂണിയൻ പിരിച്ചുവിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടത്തുകയായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം. അതിനായി TP മണിയപ്പൻ എന്നൊരാളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. SNDP യോഗം ഡൽഹി യൂണിയൻ പ്രസിഡന്റായിരുന്നു മണിയപ്പൻ. അതേസമയം ഡൽഹിയിലെ രോഹിണി കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു. തൽക്കാലം അഡ്മിനിസ്ട്രേറ്റർ ഭരണം വേണ്ടെന്നും തൽസ്ഥിതി തുടരണമെന്നുമാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ തീരുമാനത്തിനെതിരെ യൂണിയൻ സെക്രട്ടറി S സതീശൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ തീരുമാനം. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്താണ് ഹർജി നൽകിയിരിക്കുന്നത്. SNDP യോഗത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഭയപ്പെട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ കുടിലത നിറഞ്ഞ നീക്കവുമായി മുന്നോട്ട് പോയത്. എക്കാലവും യോഗത്തിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് ശ്രീനാരായണീയരെ കൊള്ളയടിക്കാനുള്ള നീക്കത്തിനാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. ഭൂരിപക്ഷം കുറയുന്നതോടെ അധികാരം നഷ്ടപ്പെടുന്ന അവസ്ഥയെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ഭയക്കുന്നത്. അതിന്റെ ഭാഗമായി വ്യാപകമായി യൂണിയനുകൾ പിരിച്ചുവിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തുകയാണ് എന്നാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. ഏറെ ഭീകരമായ അവസ്ഥ കേരളത്തിൽ സംഭവിച്ചത് തന്നെയാണെന്ന് ഹർജിക്കാർക്കായി ഹാജരായ അഭിഭാഷകൻ ദീപക് പ്രകാശ് കോടതിയെ അറിയിച്ചു. കേരളത്തിൽ മാത്രം 70 യൂണിയനുകളാണ് വെള്ളാപ്പള്ളി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവന്നത്. പ്രാതിനിധ്യ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് മറികടക്കുന്നതിനായി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതൊക്കെയുമെന്ന് കോടതിയെ അഭിഭാഷകൻ അറിയിച്ചു. എന്തായാലും ഇനിയുള്ള കാലം SNDP യോഗത്തെ സ്വന്തം പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കാമെന്ന് വെള്ളാപ്പള്ളി കരുതേണ്ട എന്ന് തന്നെയാണ് ശ്രീനാരായണീയരുടെ തീരുമാനം. പ്രാതിനിധ്യ വോട്ടവകാശം ഇല്ലാതെ വന്നാൽ തൻ്റെ സ്ഥാനം ചവറ്റുകൊട്ടയ്ക്കും പുറത്താണ് എന്ന് നന്നായി വെള്ളാപ്പള്ളി നടേശൻ അറിയാം. വെള്ളാപ്പള്ളിയുടെ അധികാരമോഹത്തിനെതിരെ ശക്തമായ മുന്നേറ്റമാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി നടത്തി വരുന്നത്. ശ്രീനാരായണീയർക്ക് അവരുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ഇനിയുള്ള കാലം ആവശ്യമായത് അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വേച്ഛാധിപത്യവുമില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ്. അത് നൽകാൻ കരുത്തരായ നേതൃത്വവുമായി ശ്രീനാരായണ സഹോദര ധർമ്മവേദി മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. ഇപ്പോൾ ഈ കുതിപ്പിലാണ് വെള്ളാപ്പള്ളി ആകെ വിരളി പിടിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ കുടിലതയ്ക്കെതിരെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ R വിനോദിന്റെ നേതൃത്വത്തിൽ ബഹുജന റാലി സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ വെള്ളാപ്പള്ളിക്ക് പരാജയ ഭീതി തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. രാഷ്ട്രീയക്കാരുടെ തിണ്ണ നിരങ്ങി നേടിയെടുത്ത സ്വാധീനം ഉപയോഗിച്ച് റാലിക്ക് തടയിടാനാണ് വെള്ളാപ്പള്ളി ശ്രമിച്ചത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇനിയുള്ള കാലം ശ്രീനാരായണീയരെ ചൂഷണം ചെയ്യാൻ കഴിയില്ല എന്ന് വെള്ളാപ്പള്ളി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അടിത്തറ ഇളകുമെന്ന് വെള്ളാപ്പള്ളി നടേശനും ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു.